റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളെപ്പോഴും പറയുന്നുണ്ട് ദുൽഖർ സൽമാനെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ധാരാളം വീഡിയോകൾ അദ്ദേഹത്തിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരാളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അയാൾക്കൊരു കഴിവുണ്ടാവണം. കഴിവില്ലാത്ത ഒരാളെക്കുറിച്ച് നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആ വീഡിയോ കാണുന്നവർക്കും പോലും ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ദുൽഖർ സൽമാനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കൂടുതൽ അറിയാം. കാര്യം മമ്മൂക്കയുടെ മകനാണെങ്കിൽ പോലും മമ്മൂക്കയുടെ മകൻ എന്നുള്ള ഒരു ഇതും ഇല്ലാതെ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയെ കൂടെ, കാര്യം ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് മമ്മൂക്കയുടെ മകൻ എന്നുള്ള രീതിയിൽ അന്നത്തെ ഏറ്റവും വലിയ സംവിധായകൻ്റെ ഏറ്റവും വലിയ ചിത്രത്തിൽ കൂടെ അരങ്ങേറാനുള്ള എല്ലാവിധ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അങ്ങനെ നിൽക്കാതെ വളരെ ചെറിയൊരു ചിത്രത്തിലൂടെ, സെക്കൻഡ് ഷോ എന്ന് പറയുന്ന വളരെ ചെറിയ ചിത്രത്തിലൂടെ ഒരു പുതുമുഖ നവാഗതനായിട്ടുള്ള ഒരു സംവിധായകനായിട്ടുള്ള ശ്രീനാഥ് രാജേന്ദ്രൻ്റെ ഒരു സിനിമയിൽ കൂടെയാണ് ദുൽഖറിൻ്റെ മലയാള സിനിമയിലേക്കുള്ള നായകനായിട്ടുള്ള അരങ്ങേറ്റം കുറിച്ചതെന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം ചില പത്രങ്ങളിലുള്ള ചില വാർത്തകൾ, മമ്മൂക്കയുടെ മകനും ചില പിള്ളേരും ചേർന്നുള്ള പിള്ളേരുകളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പത്രങ്ങളിലുള്ള ആ കാലത്തെ വാർത്തകൾ നമുക്കറിയാം. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ദുൽഖറിൻ്റെ ഒരു വളർച്ചയെന്ന് പറയുന്നത്, കാര്യം മലയാള സിനിമയിൽ തന്നെ കുറേ സിനിമകൾ അദ്ദേഹം നായകനായിട്ട് ആ കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സെക്കൻഡ് ഷോ ആയാലും ഉസ്താദ് ഹോട്ടലാണെങ്കിലും തീവ്രമാണെങ്കിലും ABCD, പട്ടം പോലെ, സലാല മൊബൈൽസ്, വിക്രമാദിത്യൻ, അങ്ങനെ കുറേ സിനിമകൾ, ബാംഗ്ലൂർ ഡേയ്സ്, അങ്ങനെ കുറേ സിനിമകൾ ചെയ്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് ഏത് രീതിയിലാണ് ഉയർന്നതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കണ്ട കാഴ്ചയാണ്. അതായത് തമിഴിലേക്ക് പോകുന്നു, തമിഴ് സിനിമയിൽ നായകനാകുന്നു, വീണ്ടും തുടർന്നും തമിഴ് സിനിമകൾ അദ്ദേഹം ചെയ്യുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു തെലുങ്ക് സിനിമയ്ക്കകത്ത് അദ്ദേഹം മഹാനടി പോലൊരു സിനിമയ്ക്കകത്തൊരു വേഷം ചെയ്യുന്നു. പിന്നീട് സീതാരാമൻ പോലുള്ള ഒരു സിനിമയിലേക്ക് നമ്മൾ ദുൽഖറിനെ ഒട്ടും അത്രയും വലിയൊരു സിനിമയായിട്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. പിന്നീട് അദ്ദേഹം ഹിന്ദി സിനിമ ചെയ്യുന്നു. അങ്ങനെ പല സിനിമകൾ ചെയ്യുന്നു. നിരവധി സംവിധായകരുടെ അല്ലെങ്കിൽ നിരവധി സാങ്കേതിക വിദഗ്ധരുടെ നല്ല അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് OK കൺമണിയൊക്കെ ചെയ്യുന്ന സമയത്ത് മണിരത്നത്തിനെ പോലുള്ള സംവിധായകൻ്റെ അങ്ങനെ നിരവധി ആൾക്കാരുടെ വളരെ നല്ല പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ദുൽഖർ പോകുന്നു. അദ്ദേഹം അവിടെ എല്ലാം നായകനായിട്ട് ഓരോരോ വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നിക്കുന്ന വളർച്ചയാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. കാര്യം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ഒരു ഇതും വെളിപ്പെടുത്താതെ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു ഘട്ടത്തിൽ പോലും ഉപയോഗിക്കാതെ, അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ മെഗാസ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ 1-ാം നമ്പർ നടൻ്റെ യാതൊരുവിധ സ്വാധീനവും ഉറപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടാത്ത അല്ലെങ്കിൽ അത് സ്വീകരിക്കാത്ത രീതിയിൽ തന്നെയാണ് ദുൽഖറിൻ്റെ ഇതുവരെയുള്ള പോക്കും അദ്ദേഹത്തിൻ്റെ വളർച്ചയും നമ്മൾ കാണുന്നത്. അതായത് ഒരു പക്ഷേ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒക്കെ സ്വപ്നം കാണാവുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള ദുൽഖർ സൽമാൻ്റെ ഒരു വളർച്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തെലുങ്ക് സിനിമ സീതാരാമം എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമ ഏതാണ്ട് 2022 മറ്റോ റിലീസ് ചെയ്ത്, ഏതാണ്ട് ആ കാലത്തോ മറ്റോ റിലീസ് ചെയ്തതാണ് ചുപ്പ് എന്ന് പറയുന്ന സിനിമ. അതായത് എനിക്ക് തോന്നുന്നത് ദുൽഖറിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് ചുപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് സീതാരാമവും ചുപ്പും ഏറ്റവും മികച്ച കഥാപാത്രമാണ്. കാര്യം ദുൽഖർ, എനിക്കിപ്പം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ദുൽഖർ ചുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഡാനി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ആ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് കണ്ടു നോക്കുക. സത്യം പറഞ്ഞാൽ ദുൽഖറിനെ ഏറെ സ്നേഹിക്കുന്ന നമ്മൾ പോലും ആ ദുൽഖർ എന്ന് പറയുന്ന ആ നടൻ്റെ കൂടെ അദ്ദേഹത്തിനോട് ഒരു ദേഷ്യം നമുക്ക് പോലും തോന്നത്തക്ക രീതിയിൽ അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം അതിനകത്ത് കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. കാര്യം അതിൻ്റെ പുരസ്കാരം പരിഗണിക്കുമ്പം നാഷണൽ അവാർഡ് ആയാലും മറ്റ് ചില അവാർഡുകൾ 2 കൊല്ലം പുറമേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 2021 നാഷണൽ അവാർഡാണ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2022 അവാർഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാര്യം അത് 2024 മറ്റോ വരത്തേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെയാണ് ആ കാര്യം. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനകത്ത് എന്തോ ഒരു ഡിലേ ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ദുൽഖറിനെ ഈ ചുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിനകത്ത് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത്. കാര്യം അത്രയും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കാര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, എനിക്ക് ഒരു പക്ഷേ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകൻ അല്ലായിരുന്നെങ്കിൽ മലയാളികൾ തന്നെ വാഴ്ത്തിപ്പാടിയനായിരുന്നു ആ ഒരു നടൻ്റെ ആ ഒരു പെർഫോമൻസ്. ഒരുപക്ഷെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടനെ മമ്മൂക്കയുടെ മകനായിട്ട് കാണുന്ന ചില ആൾക്കാരായിരിക്കും ആ ഒരു പെർഫോമൻസിനെ വാഴ്ത്താൻ പഠിച്ചു നിൽക്കുന്നത്. അതോടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് സീതാരാമം എന്ന് പറയുന്ന സിനിമ, അതായത് 68ാമത്തെ ഫിലിം ഫെയർ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തെലുങ്കിൽ നിന്നുള്ള മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സീതാരാമത്തിലൂടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ താരം ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഏറ്റവും മികച്ച നടനായിട്ട്. നമുക്കറിയാം 2022 സംബന്ധിച്ചിടത്തോളം തെലുങ്കിൽ ധാരാളം നല്ല സിനിമകളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. രാം ചരണിനെ പോലെ, ജൂനിയർ NTR പോലെ, പ്രഭാസിനെ പോലെ, മഹേഷ് ബാബുവിനെ പോലെ, അല്ലു അർജുനെ പോലെ,
വിജയ് ദേവർകൊണ്ടയെ പോലെ അങ്ങനെ ഒരുപാട് താരങ്ങളും നടന്മാരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ തെലുങ്കിലുണ്ട്. അവരെല്ലാം മറികടന്നിട്ട് സീതാരാമം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ 68ാമത് ഫിലിം ഫെയർ അവാർഡ് തെലുങ്കിൽ നിന്നുള്ള ഏറ്റവും മികച്ച നടനായിട്ട്, അതിന് മറ്റു 1-2-3 അവാർഡ് കൂടെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഒരു അവാർഡുണ്ട്. പിന്നെ ഏറ്റവും നന്നായിട്ട് ഗാനരചയിതാവിനുള്ള ഒരു അവാർഡോ മറ്റോ അതിനുണ്ട്. അതുപോലെ ലീഡിംഗ് റോളിൽ വന്നിരിക്കുന്ന ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഫീമെയിൽ ലീഡിംഗ് റോൾ ചെയ്തിരിക്കുന്ന മൃണാൾ താക്കൂറിനുണ്ട്. പക്ഷേ ബെസ്റ്റ് ആക്ടർ എന്നും പറഞ്ഞിട്ട് ദുൽഖർ സൽമാന് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാരാമം എന്ന് പറയുന്ന സിനിമയ്ക്ക് അല്ലെങ്കിൽ ദുൽഖർ എന്ന് പറയുന്ന നടനുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ ഈ ഒരു അവാർഡിൽ മാത്രമല്ല ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ, നമുക്കറിയാം ആ കാലത്ത് ഒരു ഇൻഡിപെൻഡൻസ് ഡേക്കോ മറ്റോ റിപ്പബ്ലിക് ഡേക്കോ എനിക്കൊന്ന് ഇൻഡിപെൻഡൻസ് ഡേക്കാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ആന്ധ്രയിൽ, അതായത് ഒരു തെലങ്കാന ആന്ധ്ര ആ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലെങ്ങാണ്ട് വരുന്ന എവിടെയോ അദ്ദേഹം ഒരു നാഷണൽ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് ഒരു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും അദ്ദേഹം അവിടെ ഫ്ലാഗ് ഉയർത്തുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ നടന്, പ്രത്യേകിച്ച് ദുൽഖറിനെ പോലെ ഒരു മലയാളിക്ക്, എനിക്ക് തോന്നുന്നു മറ്റൊരു മലയാള താരങ്ങൾക്കും കിട്ടിയിട്ടില്ല ഇത്രയും വലിയൊരു അംഗീകാരം. കാര്യം മറ്റൊരു ഭാഷയെ പോയിട്ട്, അതും ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഒരു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാനും അതോടൊപ്പം നമ്മൾ പറയുന്ന കണക്ക് അതിൻ്റെ ഒരു നാഷണൽ ഫ്ലാഗ് ഉയർത്താനുമുള്ള ഒരു ഇത് അന്നത്തെ കാലത്ത് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് സീതാരാമം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അതായത് ഏറ്റവും മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് അദ്ദേഹം വാങ്ങിക്കുകയാണ് തെലുങ്കിൽ നിന്ന്. അപ്പം ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ നമുക്കറിയാം ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ സെപ്റ്റംബർ 7 ഏതാണ്ട് റിലീസായിട്ട് വേൾഡ് വൈഡ് റിലീസായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ ഈ സെപ്റ്റംബർ 7 എന്ന് പറയുന്നത് നമ്മുടെ ഓണം അടുപ്പിച്ച്, എനിക്ക് 13-14 മറ്റാണ്ട് ഓണം, അപ്പോൾ അതിനടുപ്പിച്ചായതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അതൊരു ഓണം റിലീസായിട്ട് ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ ഉണ്ടാവും എന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷം കൂടി ഇതോടൊപ്പം ഉണ്ട്. താങ്ക് യു.